റോയിയെ ചതിച്ചത് മോഹൻലാൽ അല്ല, കാരണം പുറത്ത്. കോൺഫിഡന്റ് റോയിയുടെ ആത്മഹത്യയ്ക്ക് കാരണം ഒരു നടനാണെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. നിക്ഷേപിച്ച പണം തിരികെ ചോദിച്ച ഉറ്റ സുഹൃത്തായ നടനും സമ്മർദ്ദമുണ്ടാക്കിയെന്നായിരുന്നു ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നത്. എന്നാൽ ഈ നടൻ മോഹൻലാൽ അല്ലെന്ന സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. നിരവധി സിനിമാക്കാർ കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിക്ഷേപിച്ചിരുന്നു. അവരിൽ നടന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഒരു സമ്മർദ്ദവും റോയ്ക്കുണ്ടായിട്ടില്ല. കോൺഫിഡന്റിൽ മോഹൻലാൽ പണം മുടക്കിയതിന് തെളിവുകളോ രേഖകളോ ഇല്ല. ലാലിന്റെ അടുത്ത സുഹൃത്തായിരുന്നു കോൺഫിഡന്റ് റോയ്. കുടുംബവുമായി നല്ല ബന്ധത്തിലും. റോയുടെ വിടവാങ്ങലിന് ശേഷം കുടുംബത്തിന് ആശ്വാസമേകി ഒപ്പം നിൽക്കുന്നവരിൽ പ്രധാനിയും ലാലാണ്. ദക്ഷിണേന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് ഭീമൻ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീങ്ങുകയാണ്. ആഡംബര ജീവിതം അത്രമേൽ ആസ്വദിച്ചിരുന്ന റോയ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിശോധനയെ തുടർന്ന് തന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയുന്നുവെന്നും രാജകീയ ജീവിതത്തിന് തടസ്സം നേരിടുന്നുവെന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് സ്വയം മരണത്തിലേക്ക് നടന്നുകയറിയതെന്നാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. യഥാർത്ഥത്തിൽ ബിസിനസ് തകർച്ചയേക്കാൾ ഉപരി തന്റെ ആഡംബര ജീവിതം തടസ്സപ്പെടുമെന്ന ഭീതിയാണ് റോയിയെ മരണത്തിലേക്ക് നയിച്ചത്. 100 കണക്കിന് കോടികൾ വിലമതിക്കുന്ന കാറുകളും പഞ്ചനക്ഷത്ര റിസോർട്ടിലെ രാജകീയ ജീവിതവും അദ്ദേഹത്തിന്റെ ബിസിനസ് ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കിയതോടെ പണമൊഴുക്ക് നിലയ്ക്കുകയും അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുകയും ചെയ്തു. താൻ പടുത്തുയർത്തിയ ഈ ആഡംബര രാജ്യം തകരുമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് താങ്ങാനായില്ല. അന്ത്യനിമിഷങ്ങൾ മരണത്തിന് ഒരാഴ്ച മുൻപ് തന്നെ റോയ് തീരുമാനങ്ങൾ ഉറപ്പിച്ചിരുന്നു. ഒരാഴ്ചയോളം അദ്ദേഹം ഉറങ്ങിയിരുന്നില്ലെന്നും കടുത്ത വിഷാദത്തിലായിരുന്നുവെന്നുമാണ് വിവരം. തന്റെ ജീവിതകഥയും മരണകാരണങ്ങളും വിശദീകരിക്കുന്ന കുറിപ്പുകൾ എഴുതി തീർത്ത ശേഷം സഹോദരനെയും കമ്പനി MDയെയും വിളിച്ചു വരുത്തി. അവർ പുറത്തുപോയ തക്കത്തിന് വെടിയുതിർത്ത് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. മകൾക്കായുള്ള അവസാന മോഹം. സിനിമകളിൽ നിന്ന് വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടിട്ടും മകളോടുള്ള സ്നേഹം നിമിത്തമാണ് VK പ്രകാശിന്റെ ചിത്രം റോയ് നിർമ്മിച്ചത്. മകളെ ഒരു സിനിമാ താരമായി അരങ്ങേറ്റം കുറിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നു. ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. റോയുടെ മരണം വ്യക്തിപരമായ കാരണങ്ങളാൽ സംഭവിച്ചതാണെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ സുരക്ഷിതമായി മുന്നോട്ടു പോകുമെന്നും കമ്പനി MD CA ജോസഫ് അറിയിച്ചു. 24,000 കുടുംബങ്ങൾക്ക് വീട് നൽകിയ സ്ഥാപനത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രാൻഡിങ്ങിനായി തീർത്ത ആഡംബര സാമ്രാജ്യം. റോയ്ക്ക് ആഡംബരം വെറുമൊരു ഭ്രമമായിരുന്നില്ല, മറിച്ച് ഒരു കൃത്യമായ ബിസിനസ് തന്ത്രമായിരുന്നു. ബാംഗ്ലൂരിലെ പഞ്ചനക്ഷത്ര റിസോർട്ടിലെ റോയൽ സ്യൂട്ടിലെ 15 വർഷത്തെ താമസം, ദുബായിലെ ഗാരേജിലെ 12 റോൾസ് റോയ്സുകൾ ഉൾപ്പെടെയുള്ള 180 കോടിയുടെ വാഹനശേഖരം എന്നിവയെല്ലാം നിക്ഷേപകരിൽ വിശ്വാസം വളർത്താനുള്ള ബ്രാൻഡിംഗ് രീതിയായിരുന്നു. താൻ സാമ്പത്തികമായി അത്രമേൽ സുരക്ഷിതനാണെന്ന തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ ഈ ജീവിതശൈലിയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. അംഗരക്ഷകരും പാചകക്കാരും അകമ്പടി സേവിക്കുന്ന രാജകീയ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പ്രതിസന്ധിയായ അന്വേഷണങ്ങൾ കഴിഞ്ഞ 6 മാസമായി ആദായനികുതി വകുപ്പും EDയും റോയുടെ ബിസിനസ് ഇടപാടുകളിൽ കണ്ണുവെച്ചിരുന്നു. ബാങ്ക് വായ്പകളില്ലാതെ നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ച് നടത്തിയ ബിസിനസ് രീതി അന്വേഷണം വന്നതോടെ പതറി. പണമൊഴുക്ക് തടസ്സപ്പെടുകയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുകയും ചെയ്തു. പിഴയടച്ച് പ്രശ്നം തീർക്കാൻ ശ്രമിച്ചെങ്കിലും ഭാവിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സാമ്പത്തിക ലഭ്യതയും ദുബായിലെ കേസുകളും അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തി. മകൾക്കായുള്ള അവസാന മോഹവും. സിനിമകൾ നിർമ്മിച്ച് വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടിട്ടും പ്രശസ്ത സംവിധായകൻ VK പ്രകാശിന്റെ ചിത്രം റോയ് ഏറ്റെടുത്തത് തന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. മകളെ ഒരു സിനിമാ താരമായി അരങ്ങേറ്റം കുറിക്കണമെന്നത് അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള വേദികളിൽ മകളെ എത്തിച്ചതും ഇതിന്റെ ഭാഗമായിരുന്നു. ജീവിക്കുന്നുണ്ടെങ്കിൽ അത് രാജാവിനെ പോലെ ആയിരിക്കണം എന്ന വാശിയായിരുന്നു റോയുടെ പ്രത്യേകത. ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാനോ തല കുനിക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മറ്റുള്ളവരെ പറ്റിച്ചു മുങ്ങുന്ന പ്രകൃതക്കാരനുമായിരുന്നില്ല. 24,000 കുടുംബങ്ങൾക്ക് വീട് നൽകിയിട്ടും ഒരാൾക്ക് പോലും പരാതിക്ക് ഇടം നൽകാത്ത വ്യക്തിത്വം. എന്നാൽ ആഡംബര സാമ്രാജ്യം തകരുമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ കടുത്ത വിഷാദത്തിലാക്കി. മരണത്തിന് മുൻപുള്ള ഒരാഴ്ച അദ്ദേഹം ഉറങ്ങിയിരുന്നില്ല.